ബുധനെ കൊണ്ട് ഇതാക്കുന്ന ഭഗവാൻ കൃഷ്ണൻ ആയിരിക്കും ബുധൻ. അങ്ങനല്ല, ഭഗവാൻ കൃഷ്ണനെയാ ബുധൻ ഇതാവാൻ പ്രാർത്ഥിക്കേണ്ടത്. ഈ ബുദ്ധിയില്ലാത്ത പിള്ളേരെ പറയും, ബുദ്ധിയില്ലാത്ത പിള്ളേരെ കൃഷ്ണസ്വാമി അമ്പലത്തിൽ കൊണ്ടുപോകണമെന്ന് പറയും. പക്ഷെ ബുധൻ ഭഗവാനാണ് ബുദ്ധി വരുന്നത്. കാണാ പിടിച്ച് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്നതും പിന്നെ ബുദ്ധി ഉപയോഗിച്ച് ഇതാവുന്നതും രണ്ടും രണ്ടാ. ചിലർ കുത്തിയിരുന്ന് പഠിച്ച് ഫസ്റ്റ് റാങ്ക് ഒക്കെ വാങ്ങിക്കും. ചിലർ കുത്തിയിരുന്ന് പഠിച്ചേ ഇങ്ങനെ കാണാ പഠിച്ച് 20ാമത്തെ റാങ്കായാലും അവസാനത്തെ റാങ്ക് വാങ്ങിച്ചാലും രണ്ടും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച പിള്ളേർ വരെ മാളൂന്റെ കോപ്പി അടിച്ചത്. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ അപ്പൊ എന്റെ പേര്? ഫസ്റ്റ് റാങ്കുകാരി പെണ്ണൊരിക്ക ഞങ്ങളില്ലേ എന്തുവാ മാളൂന്റെ ഇല്ലേ സുനിൽ എന്തോ പള്ളിക്കൽ സുനിലിന്റെ മോളെ വിശേഷന് പോയത് ഓർമ്മയില്ലയോ? അപ്പൊ ഒരു തവളയും 2 മക്കളും കൂടെ വന്നില്ലേ ഞങ്ങളെ കൊണ്ട്. അവരെ ആ പെണ്ണാണ് എന്തുവാ ഫസ്റ്റ് റാങ്ക് കണ്ട മാളൂന്റെ ക്ലാസ്സിൽ അന്ന്. അവളാ മാളൂന്റെ കോപ്പി അടിച്ചത്. അല്ല, കോപ്പി അടിച്ചതെന്ന് വെച്ചാൽ അവരുടെ ഇംഗ്ലീഷ് സാർ ഒരു പടം കൊടുത്തു. ഒരു പടം അവരുടെ ഇംഗ്ലീഷ് സാർ ഒരു പടം കാണിച്ചു. ഒരു പടം കാണിച്ചിട്ട് പറഞ്ഞു ഈ പടത്തിനെ വെച്ച് ഒരു കഥ ഉണ്ടാക്കണമെന്ന്. മാളു കഥ ഉണ്ടാക്കി ഇംഗ്ലീഷില്. പിന്നെ അതെ അങ്ങനെ കണ്ടെഴുതിയിട്ടൊന്നും കാര്യം മാളുവിന്റെ ബുദ്ധി അവർക്ക് കിട്ടത്തില്ല. കോപ്പി അടിക്കുന്ന മതി കിട്ടുമോ? പിന്നെന്തുവാ, കോപ്പി അടിക്കുന്നവൻ കോപ്പി അടിക്കത്തേ ഉള്ളൂ. മാളുവിൻ്റെതും 4-ലാണ്, മൂല ത്രികോണത്തില. 1, 4, 7, 10 ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്തോ. പിന്നെ 6 എൻ്റെ 6 പിന്നെ മാളുവിൻ്റെത് നല്ലതാണ്. മായ്സും ഇതും കൂടാ നിൽക്കുന്നത്. അവളും അങ്ങനെ തന്നെ എൻ്റെ പോലുള്ള ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യിപ്പിക്കും. മെർക്കുറിയും മാളൂൻ്റെതും മെർക്കുറിയും മായ്സും കൂടാ നിൽക്കുന്നത്. ചൊവ്വയും കൂടെ. മെർക്കുറി ബുദ്ധി ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാനും ആക്ഷനിൽ കൊണ്ടുവരാനാണ് മായ്സ് കൂടെ നിൽക്കുന്നത്. മനസ്സിലായോ? ചൊവ്വ അങ്ങനെയാ നിൽക്കുന്നത്. ഇതിനൊക്കെ ഓരോരോ ഇതുണ്ട്, ചുമ്മാല്ല. ചൊവ്വ എല്ലാവർക്കും ഉണ്ട്. ചൊവ്വ മെർക്കുറിയുടെ കൂടെ നിൽക്കണം. അന്നേരം മെർക്കുറിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഇത് വരും. സ്ട്രോങ് പേഴ്സണാലിറ്റി. സ്ട്രോങ് പേഴ്സണാലിറ്റി, മറ്റുള്ളവരെ എന്താ പറയുന്നത് ഇതാക്കാനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ വരും. പിന്നെ സൺ 5 നിൽക്കുന്നത് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്.
സൂര്യന്റെ സ്വക്ഷേത്രമാണ് 5 എന്ന് പറയുന്നത്. സ്വക്ഷേത്രം എന്നാ പറയുന്നത്, സ്വക്ഷേത്രം. എന്റേത് മെർക്കുറിയുടെ ബുധന്റെ സ്വക്ഷേത്രത്തിലായിരുന്നു. എന്റെ ബുധൻ ആറാം വൃഗം, കന്നി രാശി, കന്നി. കുഞ്ഞിൻ്റെത് മൂല ത്രികോണം 1, 4, 7, 10. ഇതാണ് മൂല ത്രികോണം എന്ന് പറയുന്നത്. എനിക്ക് നോക്കാനറിയാം ജാതകമൊക്കെ പറഞ്ഞ. പാപം ചെയ്യുന്നവരുടെ മക്കളാ കണ്ണാന്തവും മൂന്നാന്തവും ഒക്കെ ജനിക്കുന്നത്. പാപികളുടെ മക്കളാ കണ്ണാന്തവും മൂന്നാന്തവും ഒക്കെ ജനിക്കുന്നത്. ഭദ്രയോഗം ബിൽ ഗേറ്റ്സ്, ഇലോൺ മസ്ക്, ട്രംപിന് ഭദ്രയോഗമുണ്ട്. പിന്നെ മൻമോഹൻ സിംഗ്, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇവർക്കൊക്കെ ഭദ്രയോഗമുണ്ട്. മൻമോഹൻ സിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിയുള്ള ആളായിരുന്നു. മൻമോഹൻ സിംഗ് ബുദ്ധി കാരണം അയാള് പ്രധാനമന്ത്രിയായത്. ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കണ്ടിൽ വെച്ചല്ലേ മരിച്ചത്? കൊന്നതാണ്, വിഷം കൊടുത്ത് കൊന്നതാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി ചീത്തയുണ്ടാന്ന് വിചാരിച്ചോണ്ടാണ് ഇതിനകത്ത് വെച്ചത്. പാല് ചീത്തയുണ്ടാന്ന് വിചാരിച്ചോണ്ട് വെച്ചതാണ്. ഇന്നത് നേരത്തെ അമ്മ എണീക്കുമല്ലോ, അമ്മ നോക്കത്തില്ല പാലുണ്ടെങ്കിൽ. ഇച്ചിരി കഴിയുമ്പോ വെള്ളത്തിൽ ഇട്ട് വെക്കട്ടെ. ഇലോൺ മസ്കും ബിൽ ഗേറ്റ്സ് ഒക്കെ ഏറ്റവും വലിയ പണക്കാരാണ്. ഇലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ് മൈക്രോസോഫ്റ്റിന്റെ ആളാണ്. ബിൽ ഗേറ്റ്സ് ആണെന്ന് തോന്നുന്നു 6 മാസം ഒരു കാർ ഉപയോഗിച്ചിട്ടുള്ളൂ. ബിൽ ഗേറ്റ്സ് ആണെന്ന് തോന്നുന്നു. കാരണം ആളുകൾ അയാളെ തിരിച്ചറിയാതിരിക്കും, ആരാ പോണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റുമോ എന്തെങ്കിലുമൊക്കെ എന്തുവാ ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് ബിൽ ഗേറ്റ്സിന്റെ കാറിന് നമ്പർ കൊടുക്കത്തില്ല. നമ്പർ പെർമനന്റ് അല്ല, അതുകൊണ്ട് ആർക്കും മനസ്സിലാവത്തില്ല. 6 മാസം മാറും. അതുകൊണ്ട് പിന്നെ എന്തോ ഒരു റൂളുണ്ട് അമേരിക്കയിൽ, 6 മാസം വരെ ഏതാണ്ട് ഒരു റൂളുണ്ട് അമേരിക്കയിൽ. അതുകൊണ്ടായാലും അമേരിക്കയിലാണ്. ബിൽ ഗേറ്റ്സ് അമേരിക്കക്കാരനാണ്. 6 മാസം കാറ് മാറും. അവിടെ എന്തോ റൂളുണ്ട് ഇങ്ങനെ മാറിയ പെർമനന്റ് നമ്പർ 6 ടെമ്പററി നമ്പർ 6 മാസം വരെ അവിടെ ഉപയോഗിക്കാം. അതുകൊണ്ട് പിന്നെ അയാൾ ആ കാറിനകത്താണ്. അപ്പം പെർമനന്റ് നമ്പർ ആക്കേണ്ട സമയം വരുമ്പോൾ ഇയാൾ വേറെ പുതിയ കാർ വാങ്ങിക്കും. അപ്പൊ പിന്നെയും 6 മാസം ഉപയോഗിക്കാം. കമ്പനി വാങ്ങിക്കുമായിരിക്കും. അയാളൊക്കെ വലിയ പണക്കാരൊക്കെ ഏതാണ്ട് കാറ് പുല്ലാകുന്നു. അങ്ങേർക്ക് കാറൊക്കെ പുല്ലാകുന്നേ. ഈ ലോകം മുഴുവൻ അങ്ങേറെ മൈക്രോസോഫ്റ്റ് കിടക്കുന്നില്ല. കമ്പ്യൂട്ടറിന്റെ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന ഇതാണ് അയാളുടെ ഇതാ. പറഞ്ഞു തരാൻ കഴിയും. മൈക്രോസോഫ്റ്റ് ആപ്പ് കമ്പ്യൂട്ടറിനകത്ത് മൈക്രോസോഫ്റ്റ് ആണ് ഇങ്ങനെ